ഞാൻ രാവിലെ ഒരുങ്ങുന്ന കാണുമ്പോൾ നിങ്ങളവർക്ക് എവിടെയെങ്കിലും പോകുമായിരിക്കും. പക്ഷേ അല്ല കേട്ടോ, മേലൊക്കെ കഴിയിട്ട് ഒന്ന് ഒരുങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ മുടി പുറകോട്ടൊന്ന് ഈരിയിട്ട് ചുരുട്ടി ചുരുട്ടി ക്രാബ് കുത്തി വെക്കുവാണേ. അത്രയേ ഉള്ളൂ മുടി കെട്ടൽ. പിന്നെ കണ്ണെഴുതി പൊട്ടൊന്ന് തൊടുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഒരുക്കം. രാവിലെ തന്നെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വെള്ളം പിടിക്കണം. ഒത്തിരി പരിപാടിയുണ്ട് കേട്ടോ. കുഞ്ഞിന് ആ സമയത്ത് ഉറങ്ങുവാണ്. അപ്പം ആദ്യം തന്നെ അകത്ത് പിടിക്കാമെന്ന് വെച്ചു. കാരണം അകത്തെ വെള്ളമെല്ലാം തീർന്നിരിക്കുവാണേ. ആഴ്ച 2 ദിവസമേ വരുന്നുള്ളൂ. പഞ്ചായത്ത് വെള്ളം ആയതുകൊണ്ട് തന്നെ പിടിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ ഒന്നിനും തികയത്തില്ല കേട്ടോ. പിന്നെ രാവിലെ കുളിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. പിന്നെ അകത്തെല്ലാം പിടിച്ച് ഓരോരോ പാത്രത്തിലും കൂടെ മാറി മാറി പിടിച്ച് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ പാത്രമൊക്കെ കഴുകുമ്പോൾ തന്നെ എല്ലാം തീർന്നു പോകും. പിന്നെ ഞാൻ പതുക്കെ പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിന് ഉറങ്ങുവാണോ ശക്കല ഒച്ച കേട്ടാൽ മതി ചാടി എഴുന്നേക്കും. പിന്നെ എൻ്റെ വെള്ളപ്പെടുത്തം ഒന്നും നടക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ബാത്റൂമിലോട്ട് കണക്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. പിന്നെ അകത്ത് വന്നിട്ട് വേറെ കുറേ പരിപാടികളുണ്ട്. പക്ഷെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒച്ച വെക്കാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ ബക്കറ്റിലെ വെള്ളം ഞാൻ കമത്തി കളഞ്ഞു. പിന്നെ കയറി വന്ന് തന്നെ തിണ്ണലപ്പടി പൊടിയായിരുന്നു. ഓസ് ഇടുന്ന ദിവസം എല്ലാം പൊടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തൂത്ത് വരട്ടിയിട്ട് പതുക്കെ കഥ അടയ്ക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര സൗണ്ടായിരുന്നു. ചാടി എഴുന്നേറ്റ് കേട്ടോ. പിന്നെ ഞാൻ ഒന്നുകൂടെ ആട്ടി ഉറക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇനിയും പരിപാടികൾ ഒരുപാടുണ്ടേ. കാരണം ഒരു 10 മിനിറ്റ് ആദ്യം ഉള്ളായിരുന്നു കിടന്നിട്ട്. അത്രയൊന്നുമല്ല രാവിലെ ഉറങ്ങുന്നത്. കുറച്ച് സമയം ഒരു 11-12 മണി വരെയൊക്കെ ഉറങ്ങുന്നതാണേ. നേരത്തെ ചാടി എഴുന്നേറ്റു. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് ആട്ടി ഉറക്കി. പിന്നെ കുഞ്ഞിനുള്ള പഴം പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. മുട്ടയും കാടമുട്ടയാണേ. അപ്പം ദിവസം ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം അവന് കഴിക്കുന്നുണ്ട്. ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ കാടമുട്ട. ഞാൻ അല്ലാതെ താറാമുട്ടയൊക്കെ ഇടയ്ക്ക് കൊടുക്കുമായിരുന്നു. അതൊക്കെ കഴിക്കാൻ ഇച്ചിരി മടിയായിരുന്നു കേട്ടോ. ഉണ്ണിയൊക്കെ തുപ്പി കളയുമായിരുന്നു. പിന്നെ ഇത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് പുഴുങ്ങാൻ വെക്കുന്നത്. പിന്നെ ഇന്നലെ പുഴുങ്ങിയതിൻ്റെ ബാക്കി ഒരു പഴം കൂടെ മിച്ചമുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇപ്പോടെ ഇട്ട് പുഴുങ്ങാൻ വെച്ചു കേട്ടോ. പിന്നെ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി. കാട് വെട്ടി തെളിക്കാനുണ്ട്. ഞാൻ രാവിലെ തന്നെ കയ്യെ ഗ്ലൗസ് എടുത്തിട്ടു. അപ്പം ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് വെള്ളം വരുന്നത്. പിന്നെ ഞാൻ അകത്തോട്ട് കയറി ഗ്ലൗസ് ഊരിയൊന്നും കളഞ്ഞില്ല കേട്ടോ. എൻ്റെ കയ്യിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ കാടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വലിച്ചു പറിക്കാൻ എനിക്ക് മൊത്തത്തിൽ പറിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം തൂമ്പാടെ കൈ ഒഴിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ചെത്തിയാൽ മതിയായിരുന്നു. എനിക്ക് ഒരുപാട് കട്ടിപ്പണിയൊന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആണാക്കി. കാരണം ഇപ്പോൾ ഇച്ചിരി വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും പറ്റുകയില്ല കേട്ടോ. കട്ടിപ്പണിയൊന്നും എനിക്ക് പറ്റുകയില്ല. ഒരു വിധത്തിൽ ഞാനൊന്ന് ഇരുന്ന് വലിഞ്ഞെല്ലാം അവിടെ നിന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഇച്ചിരി വെയിൽ കുറവ്. ബാക്കിയിടത്ത് അത്യാവശ്യം വെയിൽ തെളിഞ്ഞു. ഞാൻ നേരത്തെ ചെയ്യണമെന്ന് ഓർത്തതായിരുന്നു. പക്ഷേ സമയം കിട്ടണ്ടേ. ഒന്നൊന്ന് ചെയ്ത് പണി തീർന്നു വന്നാലല്ലേ മുറ്റത്തോട്ട് ചാടാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ മടുത്ത് പോയി. എന്നെ വേർത്ത് കുളിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇത് പീനട്ട് ബട്ടർ കേട്ടോ. ഒരു ഉപയോഗവും ഇല്ല. പക്ഷേ നിറച്ചും ഉണ്ടാവുമേ. നല്ല പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നിറച്ച് ഫ്രൂട്ട് ഉണ്ടാകും കേട്ടോ. എനിക്ക് അതിൻ്റെ ചുവയൊന്നും ഇഷ്ടമില്ല കേട്ടോ. നേരത്തെ വന്ന് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഈ സമയത്ത് നിറച്ചും അതായിരുന്നു. കിളികളും പിന്നെ വണ്ടും എല്ലാം ഉണ്ടായിരുന്നു നിറച്ചും. പിന്നെ ഒരു കൂടും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കിളിക്കൂട്. പിന്നെ അത് ആർക്കും വേണ്ട കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഒരു സുഖമില്ലേ. എനിക്കിഷ്ടമില്ല. എന്നായാലും ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ തുപ്പിക്കളഞ്ഞു. ഒരു രുചിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ വീശി കളയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് പോകുന്നുണ്ട്. അരുവയ്ക്ക് നല്ല മൂർച്ചയുണ്ട് കേട്ടോ. നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു ചപ്പ്. പിന്നെ മൊത്തത്തിൽ അത് ചെത്തേണ്ടതായിരുന്നു. പക്ഷേ തൂമ്പ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇതിലൊതുക്കി കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പറിച്ച് കളയുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിരുന്നു ഇത് ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ താഴത്തെ വീട്ടിൽ ചേച്ചി അപ്പോൾ തന്നെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക പറിച്ച് കൊടുത്തു. ചേച്ചി പിന്നെ വെച്ച് മുരിങ്ങയില അടത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ചക്കക്കുരുമാങ്ങ വെക്കാനെന്ന് പറഞ്ഞാൽ കുറച്ച് ചിലുമ്പമ്പുളിയും പറിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചി അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ ആ സമയത്ത് ഒരു മുരിങ്ങയുടെ കമ്പ് ഒടിച്ചെടുത്തായിരുന്നു കേട്ടോ. കറി വെക്കാനാണ്, തോരൻ വെക്കാനാണ് വൈകിട്ടത്തേന്. പിന്നെ അതോട്ട് എനിക്ക് കയറിപ്പോകുന്നു. ഞാൻ തുണിയെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അപ്പടി വേർത്തൊഴുകിയായിരുന്നു. ഇതിന് ബാത്റൂമിലോട്ടുള്ള വെള്ളം നിറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അലക്കുന്നിടത്തേക്ക് കണക്ട് ചെയ്ത് വിട്ടു. ഇറങ്ങിപ്പോന്നു. അപ്പോൾ അതിന് കുഞ്ഞിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അവന് പഴം ഉടച്ച് കൊടുക്കുന്നുണ്ട്. കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ആശാൻ കാര്യം മുടിക്കും കേട്ടോ. പിന്നെ രാവിലെ കുറുക്കുണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ. അമൃതം പൊടിയുടെ കുറുക്ക്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ കുറുമ്പിലും കുറുക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അത് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് അതങ്ങനെ കൊടുക്കാൻ വലിയ ഉത്സാഹിക്കാറില്ല കേട്ടോ. പിന്നെ പാലെടുത്തിട്ടുണ്ടായിരുന്നു. പാൽ പിന്നെ തന്നെ കൊടുത്താൽ മതി. തന്നെ കുടിച്ചുകൊണ്ട് കിടന്നോളൂ. അതാണ് അവന് ഏറ്റവും ഇഷ്ടമേ. നമ്മളൊന്നും പിടിച്ചു കൊടുത്താലൊന്നും കുടിക്കത്തൊന്നുമില്ല. അവൻ്റെ ഇഷ്ടത്തിന് അവന് കുടിച്ച് കിടക്കണം. അതിനുശേഷം പിന്നെ ഞാൻ മുരിങ്ങയില ഒരുക്കാമെന്ന് വെച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ലപോലെ നോക്കി ഇരുട്ടുന്നതിന് മുന്നേ വലയെല്ലാം കളഞ്ഞ് വെക്കണ്ടേ. പിന്നെ പെട്ടെന്ന് നടന്ന് വരുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ
ഉണ്ടായതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മുരിങ്ങയ്ക്ക ഉള്ളതുകൊണ്ട് ഇലയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈയിടെ മഴയൊക്കെ പെയ്തതിന് ശേഷം പിന്നെ ഇലയൊക്കെ ആയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടർന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മുരിങ്ങയിലൊക്കെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കുഞ്ഞാണ് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. കയറാൻ വേണ്ടിയാണ് മടിയിലോട്ടെ. അവനെ കയറിയത് അവനെല്ലാം വലിച്ച് താഴെ ഇടും. അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ മടിയിൽ വെച്ചില്ല കേട്ടോ. അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഞാൻ എടുക്കുമെന്ന് ഓർത്ത് കുറേ നേരം ഇങ്ങനെ നിന്നു. പക്ഷേ മൈൻഡില്ലെന്ന് കണ്ടപ്പോൾ തന്നെ പോയി കേട്ടോ. അങ്ങോട്ട് സൈഡിലോട്ട് മാറി മാറി പോയി. ഇപ്പോൾ പിടിച്ചങ്ങ് അത്യാവശ്യം അവിടെ ഇവിടെ എല്ലാം പിടിച്ചിങ്ങനെ മാറി മാറി പോകാനൊക്കെ അറിയാം കേട്ടോ. അതുകൊണ്ട് പിന്നെ വീഴും പേടിക്കണ്ട. ഇരിക്കാനും പുറകോട്ട് ഇരിക്കാനെല്ലാം പഠിച്ചു. ഞാൻ എത്തി വലിഞ്ഞ് നോക്കുക കേട്ടോ. ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാം കാണണം. അങ്ങനെയൊക്കെയുള്ളൊരു അട്രാക്ഷനാണ് ഇപ്പോൾ എല്ലാത്തിനോടുവേ. പിന്നെ മുരിങ്ങ ഞാൻ തൊണ്ടോട് കൂടിയാണ് ഒടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഞാനത് അടത്തി മാറ്റി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരുക്കാൻ പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ കമ്പയിൽ നിന്ന് എല്ലാം അടത്തി ഒടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ സമയത്ത് കസാരയിലോട്ട് പോയി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേക്കുന്നു, നിൽക്കുന്നു. എന്നതൊക്കെയാണോ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. ഈ സമയത്ത് അല്ലെങ്കിലും കുരുത്തക്കേട് കൂടിയ സമയമല്ലേ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം ഞാൻ അടത്ത് ശരിയാക്കിയായിരുന്നു. പിന്നെ അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി കേട്ടോ. കാരണം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കഴുകുന്ന പോലുമില്ല. വൈകുന്നേരത്തേനാണേ, അതുകൊണ്ട് വൈകുന്നേരം കഴുകാമെന്ന് വെച്ചു. പിന്നെ നന്നായിട്ട് കഴുകണമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഒതുക്കി മാറ്റി വെച്ചു. ഇപ്പോൾ കഴുകിയാലും വൈകുന്നേരം കറി വെക്കാൻ നേരം ഒന്നുകൂടെ കഴുകണമല്ലോ. കുഞ്ഞനാണേ ആ സമയത്ത് ഭയങ്കര കുരുത്തക്കേട്, എന്നോടെല്ലാം പെറുക്കി വായി വെക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.